Let us start with labor cost. കുറച്ച് ദിവസമായി അതിൻ്റെ പവർ പോയിൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ബോത്ത് തിയറി ആൻഡ് പ്രോബ്ലംസ് ഐ ഹാവ് ഇൻക്ലൂഡഡ്. അവസാനം BPTയും കൂടി തരാം. ഇതിലുള്ള തിയറി തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുള്ളൂ, നത്തിങ് മോർ ദാൻ ദാറ്റ്. സോ ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ ഡീൽ ചെയ്യണത്. ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് പഠിച്ചു. കോസ്റ്റ് ഷീറ്റിൽ മെറ്റീരിയൽ, ലേബർ അല്ലേ, and direct expenses, you will be getting the prime cost. Add all the overheads അല്ലേ, പിന്നെ ഓവർഹെഡ്സ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടേം മെറ്റീരിയൽ ആയിരുന്നു, രണ്ടാമത്തെ ടേം ലേബറാണ്, മൂന്നാമത്തെ ടേം ഓവർഹെഡ്സ് ആണ്. മെറ്റീരിയൽ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്, നിങ്ങൾ പഠിച്ചില്ലേ LIFO, FIFO, ആ മെത്തേഡ്സ് എല്ലാം. മെറ്റീരിയൽ എങ്ങനെ ഇൻവെൻട്രി കീപ്പ് ചെയ്യണു, സ്റ്റോക്ക് ഒക്കെ, മെറ്റീരിയലിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. VED മെത്തേഡ്, ABC അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിയറിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ലേബർ ആൻഡ് ഓവർഹെഡ്സ്. ലേബറും ഓവർഹെഡ്സും പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, 4th മൊഡ്യൂളും 5th മൊഡ്യൂളും ഇറ്റ്സ് സെപ്പറേറ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. വി ആർ ഡീലിംഗ് വിത്ത് ദ 3rd മൊഡ്യൂൾ, അതായത് മെറ്റീരിയൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഐറ്റമാണ് ലേബർ. ലേബർ ഒരു ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ചും കൂടി അധികം തിയറി വരാവുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ലേബർ. ക്ലിയർ? So let us move to the first slide. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു ടേമാണ്, സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് വേജസ്, സാലറീസ്, അതേപോലെ റെമ്യൂണറേഷനാണ് ലേബറിൻ്റെ ഏറ്റവും ലേബർ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൺസേണിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലേബർ ഫോഴ്സ്. സോ കൺട്രോളിങ് ദ ലേബർ ഫോഴ്സ് ഇസ് വെരി സിഗ്നിഫിക്കൻ്റ് ഇഷ്യൂ. അതുകൊണ്ടാണ് ഇന്ന് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വിങ് തന്നെ വന്നിരിക്കുന്നത്. ആൻഡ് ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ കൺട്രോൾ ചെയ്യണ പോലെയൊന്നും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ടൈപ്സാണ്, ലേബറിൻ്റെ ടൈപ്സാണ്. യു ഹാവ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ക്ലിയർ? നേരിട്ടിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് നേരിട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമുക്ക് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു ഷർട്ട് തയ്ച്ചു, ആ ഷർട്ട് തയ്ക്കുന്ന ടൈലർ, എഫേർട്ട് ഓഫ് ദ ടൈലർ നമുക്ക് ആ ഷർട്ടിൻ്റെ മുകളിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു പണി ചെയ്തു, ആ പണി ചെയ്യുമ്പോൾ സൂപ്പർവിഷൻ ചെയ്യുമോ, നേരിട്ടിട്ട് സൂപ്പർവൈസ് ചെയ്ത ഒരാൾ അവിടെ ഡയറക്റ്റ് ലേബറാണ്. ക്ലിയർ? നേരിട്ടിട്ട് ഒരു ഫോർമാൻ ഉണ്ടായിരുന്നു വെച്ചാൽ അത് ഡയറക്റ്റാണ്. നേരെ മറിച്ച് നമുക്ക് ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വെച്ചാൽ ഹീ സ്റ്റാൻഡ്സ് ആസ് ഇൻഡയറക്റ്റ് ലേബർ. അപ്പോൾ ഓഫീസിലുള്ള ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യില്ല, പക്ഷേ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഫൈനലായിട്ട് സെയിൽസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലേബറേഴ്സ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ സ്റ്റോറിൽ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നേരിട്ടിട്ട് നിങ്ങളെ എൻഗേജ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാം. പ്രിൻസിപ്പൽ ഡസൻ എൻഗേജ് യു ഡയറക്ട്ലി, പക്ഷേ ഷീ ഇൻഡയറക്ട്ലി എൻഗേജസ് യു, റൈറ്റ്? അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. അപ്പോൾ ഡയറക്റ്റ് ലേബറാണ് പ്രൈം കോസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇൻഡയറക്റ്റ് ലേബറൊക്കെ നമ്മൾ താഴെയാണ് വരിക. സാലറീസ് നെവർ കം ഇൻ ദ ഡയറക്റ്റ് വേജസ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് രണ്ടും ഡയറക്റ്റ് ലേബർ. അപ്പോൾ types of labor are of 2 types, direct and indirect. And controlling the labor is also very significant. കാരണം കൺട്രോൾ ചെയ്താൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ ഇൻഎഫിഷ്യൻസി ലേബർ ഉണ്ടായാൽ ലേബർ കോസ്റ്റ് ഹൈ ആവും. ക്ലിയർ? നമുക്ക് ചില സമയത്ത് നമ്മൾ വർക്ക് ലാഗ് ചെയ്താൽ, ഐഡിൽ ടൈം ഉണ്ടായാൽ, ഓവർ ടൈം വർക്കൊന്നും ശരിക്കും ചെയ്തിട്ടില്ല വെച്ചാൽ ലേബർ കോസ്റ്റ് ഹൈ ആവും. അപ്പോൾ ആൾക്കാരെ എത്ര ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം, എത്ര എക്കണോമിക്കലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കൺട്രോൾ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓൾസോ നമ്മളുടെ ലേബർ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ്. ആൻഡ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്സ്. എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ 30 മിനിറ്റ് എടുക്കുക വെച്ചാൽ എൻ്റെ ആ 30 മിനിറ്റ് ഒരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യാം. അടുത്ത ആൾ വരുമ്പോൾ യു ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് ദാറ്റ് സ്റ്റാൻഡേർഡ്. ചിലപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുക കഴിഞ്ഞ വർഷത്തെ ടീച്ചറുടെ സ്റ്റാൻഡേർഡായിട്ടാവും. ചിലപ്പോൾ ഞാൻ ആ സ്റ്റാൻഡേർഡുമായിട്ട് മാച്ച് ചെയ്ത് പോകില്ലെങ്കിൽ യു വിൽ സീ ദാറ്റ് ഐ എം എ ലെസ് എഫിഷ്യൻറ്റ് പേഴ്സൺ, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലേബർ കോസ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യാം.
ക്ലിയർ? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ലേബറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ. സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ട്, ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യും, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ലേബർ പെർഫോമൻസ് റിപ്പോർട്ട് ക്യാൻ ബി ഗിവൻ. ഈവൻ ജോബ് ഇവാലുവേഷൻ ആൻഡ് ജോബ് അനാലിസിസ് ക്യാൻ ബി ഡൺ. അതൊക്കെ നമ്മൾ HR പഠിക്കുന്നതാണ്. ഓൾസോ ഒരു നല്ല റെമ്യൂണറേഷൻ സിസ്റ്റം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം, അപ്പോൾ ആ വെറുതെ ഇരിക്കുന്ന ടൈമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായാൽ തന്നെ ലേബർ കോസ്റ്റിന് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഓൾസോ ഇഫക്റ്റീവ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഓൾസോ ആക്ട് ആസ് ആൻ ഇഫക്റ്റീവ് ടെക്നിക് ഫോർ കൺട്രോളിങ് ദ ലേബർ കോസ്റ്റ്. തിയറി ആയതുകൊണ്ടാണ് ഐ എം മൂവിങ് വെരി ഫാസ്റ്റ്ലി. ആൻഡ് ഹിയർ കംസ് ദ ലേബർ ടേൺ ഓവർ. വാട്ട് ഈസ് ലേബർ ടേൺ ഓവർ? ഇന്ന് ഏറ്റവും അധികം ഓർഗനൈസേഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് അറ്റ് വിച്ച് എംപ്ലോയീസ് ലീവ് എംപ്ലോയ്മെൻറ്റ്. എത്ര സ്പീഡിലാണ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ലീവ് ചെയ്യണത്? ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ ലേബർ ടേൺ ഓവറിന്. ചിലപ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടാവും, അവിടുത്തെ ഇന്നെഫിഷ്യൻസി ആവും, ചിലപ്പോൾ ഡീലിംഗ് മോശമായിട്ടാവും. റീസൺസ് എന്തായാലും ലേബർ ടേൺ ഓവർ കൂടുതൽ. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയി, നിങ്ങളവിടെ 2 മാസം നിന്നുള്ളൂ വെച്ചാൽ പൊതുവെ ആൾക്കാർക്കുള്ള ഒരു ഇമേജ് എന്താവും? ആ ഒരു കമ്പനി അത്ര നല്ലതല്ല, ലേബർ ഇസ് നോട്ട് സ്റ്റേബിൾ അല്ലേ? ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഉണ്ട്. കാരണം ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഉണ്ടാവാൻ കാരണം എന്താ? പുതിയ വർക്കേഴ്സ് വരിക, പഴയ വർക്കേഴ്സ് ലീവ് ചെയ്യുക, വീണ്ടും പുതിയ വർക്കേഴ്സ്. അപ്പോൾ തന്നെ ഒരു ഇന്നെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ലേബർ ടേൺ ഓവർ റേഷ്യോ ആണ്, റൈറ്റ്? അപ്പോൾ എപ്പോഴും ആൻസർ ഹൈ പെർസെൻറ്റേജ് ആണ് കിട്ടണമെന്ന് വെച്ചാൽ ഹൈ പെർസെൻറ്റേജ് ഓഫ് ലേബർ ടേൺ ഓവർ റേഷ്യോ ഡിനോട്ട്സ് ദാറ്റ് ലേബർ ഇസ് നോട്ട് സ്റ്റേബിൾ. അപ്പോൾ നമ്മുടെ ആൻസറിന് അനുസരിച്ചിട്ട് ലേബർ സ്റ്റേബിൾ അല്ല എന്നാണ്. ചെറിയ റേഷ്യോ ആണെങ്കിൽ ലേബർ ഹൈലി സ്റ്റേബിൾ എന്നാണ്. ക്ലിയർ? നമുക്കറിയാം ചിലപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻസിനനുസരിച്ച് മെത്തേഡ്സ് ഡിഫറെൻ്റ് ആണ്. 3 മെത്തേഡാണ് ബേസിക്കലി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് സെപ്പറേഷൻ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഇസ് ഫ്ലക്സ് മെത്തേഡ്, റൈറ്റ്? അപ്പോൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ് ആദ്യം നോക്കുന്നത്. ഓരോ ഫോർമുലയിലും ഓരോ കണ്ടൻറ്റാണ്, ഓരോ ആൾക്കാർ ബ്രിങ് ഔട്ട് ചെയ്ത ഫോർമുലാസാണ് ഓരോന്നും. അപ്പോൾ അതുകൊണ്ടാണ് 3 ടൈപ്പ് ഓഫ് ലേബർ ടേൺ ഓവർ. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ യു നീഡ് ടു ഡു ദ പ്രോബ്ലം. ക്ലിയർ? അപ്പോൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ് ആദ്യം. നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഇൻറ്റു 100. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ന്യൂമറേറ്റർ എപ്പോഴും ആലോചിക്കുക. എപ്പോഴും ബേസ് എന്ന് പറയണത് എല്ലാ മെത്തേഡിലും ഡിനോമിനേറ്റർ സെയിമാ. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ തന്നെയാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ മാത്രമാണ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. സോ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഇൻ എ ഇയർ ആണ് ഇവിടെ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിലെ ന്യൂമറേറ്റർ പാർട്ട്. ക്ലിയർ? അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100. ആ 100 ന്യൂമറേറ്റർ പാർട്ടിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സി ദ സെപ്പറേഷൻ മെത്തേഡ്. സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ പാർട്ട് സെയിം ആണ്. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ, എത്ര പേര് റോളിൽ അപ്പം അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ന്യൂമറേറ്ററിൽ എന്താ? നമ്പർ ഓഫ് വർക്കേഴ്സ് സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദ ഇയർ, എത്ര പേര് സെപ്പറേറ്റഡ് ആയി, എത്ര പേര് പോയി എന്നുള്ളതാണ്. റീപ്ലേസ് ചെയ്യണതും സെപ്പറേറ്റ് ചെയ്യണതും ഒക്കെ 2 മീനിങ് ആണെന്നേ ഉള്ളൂ. ക്ലിയർ? ചിലപ്പോൾ റീപ്ലേസ് ചെയ്യണതിന് വേറൊരു മീനിങ് ഉണ്ട്. ഒരാൾ പോയി വേറൊരാൾ വരുന്നതിന് റീപ്ലേസ്മെൻ്റ് ആണ്. ഒരാൾ പോകുന്നത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് സെപ്പറേഷൻ. ക്ലിയർ? ഈ 2 മെത്തേഡിനും അതിൻ്റേതായിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. കാരണം ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നു, ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോണവരെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, പിന്നെ തിരിച്ചു വരുന്നവരെ കൺസിഡർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തേർഡ് മെത്തേഡാണ് കുറച്ചും കൂടി നല്ല മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ്. ക്ലിയർ? സോ നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് പ്ലസ് നമ്പർ ഓഫ് സെപ്പറേഷൻ ഇൻറ്റു 100 divided by average number of workers on roll. Or you can say that one more formula is there. Flex method 2 formula run cheyanathu. Half into number of replacement plus number of separation divided by average number of workers on roll into 100. ഇതിൽ രണ്ടിൽ ഏത് ഫോർമുല വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. So remember you have 3 methods:
replacement method is there, separation method is there, flux method is there. Replacement method എന്ന് പറയുമ്പോൾ replacement ആണ് ന്യൂമറേറ്ററിൽ, average number of workers on roll is a denominator. Separation, number of workers separated ആണ് coming, average number of workers on roll comes in the as a denominator. And under the flex method, both comes number of replacement plus number of separation into 100 divided by average number of workers on roll. Clear? Formula clear ആണോ? Shall we move to the problem part? Okay. ഇതിൻ്റെയൊക്കെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. We'll move to the problem side. Following information is collected from the personnel department of ST Limited for the year ending 31st March 2015. Number of workers at the beginning of the year, ഒരു beginning ആണ് 8,000. Number of workers at the end of the year 9,600. ക്ലിയർ? ഈ രണ്ട് ഇൻഫർമേഷൻ എന്തിനാണ് തന്നിരിക്കുന്നത്? നമുക്ക് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിലെ ആവറേജാണ് കാണേണ്ടത്. ക്ലിയർ? അപ്പോൾ ആവറേജ് കാണുക എങ്ങനെയാണ്? ബിഗിനിങ്ങിലെയും എൻഡിലെയും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആവറേജ്. സോ ഈ ഇൻഫർമേഷൻ നമുക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേഷനാണ്. നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡ്യൂറിങ് ദ കമ്പനി 500. ലെഫ്റ്റ് ഡ്യൂറിങ് ദ കമ്പനി പറഞ്ഞാൽ പോയ ആൾക്കാരുടെയാണ് 500. നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിസ്ചാർജ് ഡ്യൂറിങ് ദ ഇയർ 100. നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂ ടു ലെഫ്റ്റ് ആൻഡ് റീചാർജ് is 700. Additional workers employed for expansion during the year 1,500. You are required to calculate labor turnover rate by using separation method, replacement method and flex method. Clear? So let us move to the answer part. See, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സെപ്പറേഷൻ മെത്തേഡിലാണ്. സെപ്പറേഷൻ മെത്തേഡിൽ നമ്മുടെ ന്യൂമറേറ്റർ പാർട്ട് എന്താ? നമ്പർ ഓഫ് വർക്കേഴ്സ് സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദ ഇയർ. സെപ്പറേറ്റഡ് മാത്രമേ നോക്കണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കൂ, സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അർത്ഥം. ലീവ് ചെയ്തവർ എത്ര പേരുണ്ട്? 500 പേരുണ്ട്. പറഞ്ഞു വിട്ടവർ എത്ര പേരുണ്ട്? 100 പേരുണ്ട്. രണ്ടും പോയത് തന്നെയല്ലേ. അപ്പോൾ എത്രയാണ് സെപ്പറേറ്റഡ്? 600 സെപ്പറേറ്റഡ്. ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8,000 + 9,600 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 8,800 കിട്ടും. ക്ലിയർ? അപ്പോൾ 600 ഡിവൈഡ് ബൈ 8,800 into 100, it comes to 6.82. Do you have any doubts regarding that? No. രണ്ടാമത്തെ മെത്തേഡ് നോക്കൂ, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് പേഴ്സൺസ് റീപ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഇൻറ്റു 100. അപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 700. 700 ഡിവൈഡഡ് ബൈ 8,800 into 100 ആണ് ആൻസർ വരിക. ആൻസർ ഞാൻ കാണിച്ചു തരാം. ആൻഡ് സി ഫോർ ദ ഫ്ലെക്സ് മെത്തേഡ്. അഡീഷണൽ വർക്കേഴ്സ് എംപ്ലോയിഡ് ഫോർ എക്സ്പാൻഷൻ ഡ്യൂറിങ് ദ ഇയർ. സി വിൽ ഗോ ഫോർ ദ തേർഡ് മെത്തേഡ്, ഫ്ലെക്സ് മെത്തേഡ്. അപ്പോൾ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ? 700 ഡിവൈഡ് ബൈ. ഇനി ഫ്ലെക്സ് മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എത്ര പേര് സെപ്പറേറ്റഡ് ആയി, എത്ര പേര് റീപ്ലേസ് ചെയ്തു, എത്ര പേര് വന്നു. അപ്പോൾ എത്ര പേര് സെപ്പറേറ്റഡ് ആയി എന്ന് ആദ്യത്തെ മെത്തേഡിലുണ്ടായിരുന്നു, എത്ര പേര് റീപ്ലേസ്ഡ് ആയി എന്ന് രണ്ടാമത്തേൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എത്ര പേര് റോളിലുണ്ട് എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്തു. ഫ്ലെക്സ് മെത്തേഡിലും നമ്മളുടെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ? പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് വെച്ചാൽ ഇത് എക്സ്പാൻഷനാണ്. അഡീഷണൽ വർക്കേഴ്സ് എക്സ്പാൻഷന് വേണ്ടി വരുമ്പോൾ അത് ലേബർ ടേൺ ഓവറായിട്ട് ബന്ധമില്ല. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ലേബറേഴ്സ് ലീവ് ചെയ്യണ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നോക്കണത്. അപ്പോൾ അഡീഷണൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഡ്യൂ ടു എക്സ്പാൻഷൻ. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ലേബർ ടേൺ ഓവർ. അത് ലേബർ ടേൺ ഓവറായിട്ട് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് 3 മെത്തേഡിലും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ആവശ്യമില്ല. ക്ലിയർ? അപ്പോൾ ഈസ് ഇറ്റ് ക്ലിയർ വാട്ട് വി ഹാവ് ഡൺ നൗ? So let us move to the next problem. അടുത്ത പ്രോബ്ലം കൂടി നോക്കാം. The cost accountant of Y Limited has computed labor turnover rates for the quarter ended 31st March as 10%, 5% and 3% respectively under flex method, replacement method and separation method. മൂന്നിൻ്റെയും
പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. വാട്ട് യു ആർ ആസ്ക്ഡ് ഇസ്, ഒന്നും കൂടിയും ക്ലിയർ ആക്കി തരാം ക്വസ്റ്റ്യൻ. If the number of workers replaced during the quarter is 39, find out the number of workers recruited and joined, workers left and discharged. Clear? എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, റിക്രൂട്ടഡും ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ലീവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സ് ആണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫിഗർ വെച്ചിട്ട് നമുക്ക് ഓരോന്നും നോക്കി നോക്കാം. അതായത് 3 മെത്തേഡിലും നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നിന് ഫ്ലെക്സ് മെത്തേഡിൽ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്, 5% ആണ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ, സെപ്പറേഷൻ മെത്തേഡിൽ 3% ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കാൽക്കുലേഷനിൽ വരുന്നത്. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയെന്നുള്ളത് കാൽക്കുലേഷനിൽ വന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. എത്രയും തന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമുല സ്റ്റിക്ക് ഓൺ ചെയ്യുക. തന്നിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുക. റീപ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ ആ റീപ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല നമ്മൾ ആദ്യം അഡോപ്റ്റ് ചെയ്യുക. ലേബർ ടേൺ ഓവർ റേറ്റ്, നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ക്ലിയർ? ഈ ഒരു ഫോർമുല ഫിറ്റ് ചെയ്താൽ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിലെ ലേബർ ടേൺ ഓവർ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 5% ഇസ് ഈക്വൽ ടു 5% പ്രത്യേകം പറഞ്ഞിട്ട് രണ്ടാമത്തെയാണ്. 5% ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 30 ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. 30 ഡിവൈഡഡ് ബൈ 5/100. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5/100 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. 30 ഇൻറ്റു എങ്ങനെ വരിക? 30 ഇൻറ്റു 100/5. ക്ലിയർ അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 100/5 ആ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് 600 ആണ് കിട്ടി. അതായത് ഡിനോമിനേറ്റർ, എല്ലാ മെത്തേഡിൻ്റെയും ഡിനോമിനേറ്റർ ക്ലിയർ ആയി. ഇപ്പോൾ ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താ? അപ്പോൾ ഒരെണ്ണം കിട്ടി. എത്ര വർക്കേഴ്സ് റിക്രൂട്ട് ചെയ്തു ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര വർക്കേഴ്സ് ലെഫ്റ്റ് ആൻഡ് ഡിസ്ചാർജ്ഡ് ഉണ്ട് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എത്ര വർക്കേഴ്സാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, എത്ര വർക്കേഴ്സാണ് ലെഫ്റ്റ് ആൻഡ് ഡിസ്ചാർജ്ഡ്. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഇത് രണ്ടും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഫ്ലക്സ് മെത്തേഡാണ് അല്ലേ? എത്ര പേര് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സമ്മപ്പാണ് ഫ്ലെക്സ് മെത്തേഡ്. റിക്രൂട്ട് ചെയ്തു, ജോയിൻ ചെയ്തു, വർക്കേഴ്സ് എത്ര പേര് ലെഫ്റ്റ് ചെയ്തു, ഇതിൻ്റെ സമ്മപ്പാണ് ഫ്ലെക്സ് മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഫ്ലെക്സ് മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ സെപ്പറേഷനും എത്ര പേര് വന്നു എന്നുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ വെച്ചാൽ ഫ്ലെക്സ് മെത്തേഡല്ല, സെപ്പറേഷൻ മെത്തേഡിലേക്ക് പോവാം. വിൽ ഡു ദ പ്രോബ്ലം ഫസ്റ്റ് യൂസിങ് സെപ്പറേഷൻ മെത്തേഡ്. സെപ്പറേഷൻ മെത്തേഡിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് നോക്കുക. 3% ആണ് സെപ്പറേഷൻ മെത്തേഡ്. അപ്പോൾ 3% ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ക്ലിയർ? അപ്പോൾ 3% ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സെപ്പറേഷൻ ബൈ 600 നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. സോ നമ്പർ ഓഫ് സെപ്പറേഷൻസ് 18 ആയിട്ട് നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് സെപ്പറേഷൻസ് 18 എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നാമത്തേൻ്റെ ആൻസർ കിട്ടി, വർക്കേഴ്സ് ലെഫ്റ്റ് ആൻഡ് ഡിസ്ചാർജ്ഡ്. ക്ലിയർ? എത്ര പേര് ലീവ് ചെയ്തു, എത്ര പേര് തിരിച്ചു വന്നു എന്നുള്ളത് കിട്ടി. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എത്ര പേര് റിക്രൂട്ടഡായി, എത്ര പേര് ജോയിൻറ്റായി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? തേർഡ് മെത്തേഡാണ് എത്ര നമ്മളിപ്പോൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരെ കണ്ടുപിടിച്ചു, അത് ഫ്ലെക്സ് മെത്തേഡിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത് വർക്കേഴ്സ് ലെഫ്റ്റ് ആൻഡ് ഡിസ്ചാർജ്ഡ് നമുക്ക് ഓൾറെഡി കിട്ടി.
ഇനി കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് വർക്കേഴ്സ് റിക്രൂട്ടഡ് ആൻഡ് ജോയിൻറ്റ് ആണ്. അപ്പോൾ റിക്രൂട്ട് ചെയ്ത് ജോയിൻ ചെയ്ത ആൾക്കാർ. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ എത്ര പേര് ആക്സസബിളായി. ഇപ്പോൾ ഫ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സ് മെത്തേഡിനെ നമ്മൾ ആ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്താണ്. നമ്പർ ഓഫ് സെപ്പറേഷൻസ് പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് മാത്രമല്ല നമ്പർ ഓഫ് ആക്സഷൻസും കൂടിയാണത്. ക്ലിയർ? അപ്പോൾ റീപ്ലേസ്മെൻറ്റും ആക്സഷൻസും ഡിഫറെൻ്റ് ആണ്. എത്ര പേര് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോൾ എക്സ്പാൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണവരുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. ക്ലിയർ? അപ്പോൾ പിന്നെ എത്ര പേര് റിക്രൂട്ട് ചെയ്തു, എത്ര പേര് ജോയിൻ ചെയ്തു, അതും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യാൻ ഫ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. 18 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു സെപ്പറേഷൻ. നമുക്ക് നമ്പർ ഓഫ് ആക്സഷൻസ് അറിയില്ല, എത്ര പേരുണ്ട് എന്നുള്ളത് അറിയില്ല. ക്ലിയർ? അപ്പോൾ പിന്നെ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാർട്ട്. 10% ഫ്ലെക്സ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 42, വിച്ച് ഇസ് ദ നമ്പർ ഓഫ് ആക്സഷൻസ്. നമ്പർ ഓഫ് ആക്സഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര വർക്കേഴ്സാണ് റിക്രൂട്ടഡ് ആയത്, ജോയിൻ ചെയ്തത് എന്നുള്ളതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യണത്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു ദിസ് പ്രോബ്ലം? സോ വിൽ സീ വിത്ത് ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ.